മമ്പുറത്ത് പഴയകാല നേർച്ചകൾ എങ്ങനെയായിരുന്നു? ഇന്ന് വളരെ വിപുലമായിട്ടുണ്ടല്ലോ അന്നത്തെ ഒരവസ്ഥ. അന്ന് പിന്നെ പിന്നെ പൂത്ത നടക്കും, 4-5 പൂത്ത നടക്കും. എവിടുന്നാ ഉണ്ടാവുക? അത് പുത്തമാളിയൊക്കെ ഒക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ 4 പോത്തിനെ കറക്കും. 4 പോത്ത് 5 പോത്തൊക്കെ ഇറക്കും. അപ്പോൾ പോത്തിനകത്ത് ഈ ഇറച്ചിയും ചോറൊക്കെ അവിടെ കൊടുക്കുകയാണ്. അവിടെ കൊടുക്കുക, കൊണ്ടാകാൻ കൊടുക്കില്ല. അന്ന് മക്കാമൽ എന്തോ പരിപാടി ഉണ്ടാവുക? മക്കാമൽ മൗലൂദ് ഉണ്ടാവും. മൗലൂദ് ഉണ്ടാവും, ഒരു ദിവസത്തെ ചടങ്ങ്. ഒരു ദിവസത്തെ ചടങ്ങ്. പിന്നെ വല്ല പിന്നെ ഈ 3 ദിവസം കഞ്ഞി വെച്ച് കൊടുക്കലുണ്ട്. ആ ചേറൂരിന് കൂട്ടലുണ്ട്. മുഹറം 1 to തുടക്കത്തിൽ തുടങ്ങിയിട്ട് 4 വരെ 5 വരെയൊക്കെ ഒരു കഞ്ഞി കൊടുക്കും. അവിടെ വരുന്നവർക്ക് വിതരണം ചെയ്യും. അവിടെ പുത്തമാളിയൊക്കെ തന്നെ വെക്കലും അവിടെ തന്നെ. ചേറൂരിൽ ഉണ്ടാവില്ല. ചേറൂരത്തെ ആൾക്കാരാണ് എൻ്റെ അവകാശം. ആ ചേറൂർ യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. പിന്നെ ആ മുഴുത്തമാരൊക്കെ ബന്ധമുണ്ട്. ഷാക്കീർ അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ ആൾക്കാരാണ് പെരമേല്. അപ്പോൾ ഷാക്കീരിൻ്റെ ആൾക്കാർ ഒക്കെ ഷാക്കീരി മുജാഹിദായി സേവനമായിട്ട്. പിന്നെ അതേമാതിരി പിന്നെ എല്ലാവരും ഇതൊന്നുമില്ല. പിന്നെ മമ്പറത്തങ്ങൾ പിന്നെ പെരമേ ഏൽപ്പിച്ചത് പോലാണല്ലോ. അപ്പോൾ പല ആൾക്കാരും തങ്ങളോട് പറയുന്നുണ്ട്, പിന്നെ തണുപ്പത്തെ വലിയ മഹാനല്ലേ, ഒരു പുല്ലിൻ്റെ പേര് താമസിക്കുമ്പോൾ ആദ്യം പുല്ലിൻ്റെ പേര ആദ്യം ഒരു പിന്നെ ഓടും ഒക്കെ പാടല്ലേ. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ ഓടിച്ചിട്ട് തരട്ടെ, ഓടല്ലേ അപ്പോൾ ഓടിച്ചിട്ട് തരട്ടെന്ന് ചോദിച്ചപ്പോൾ പല ആൾക്കാരും ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തിട്ടില്ല. ഈ ഷാക്കീറിൻ്റെ കുടുംബത്തിൽ അന്നത്തെ കാരനോട് ചോദിച്ചപ്പോൾ അനക്കിൻ്റെ പേര ഓടുന്ന ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഒരു കാര്യമില്ല, എല്ലാ കൊല്ലം പുല്ല് കൊടുത്തിട്ടാണ്. അതുകൊണ്ട് എല്ലാ കൊല്ലം പുല്ലാണ് കൊടുക്കുന്നത് എൻ്റെ വക. അത് ചേറൂരിന് പുല്ലും അവിടുത്തെ പണിക്കാർ പോലെ ഹരിജങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം വന്നിട്ട് ചെയ്യാം. അപ്പം ഞാൻ മോർക്ക് ഇവിടെ മക്കാവിൽ നിന്ന് നമ്മൾ ഒരു വെള്ള തുണിയും കൊടുക്കും. അന്ന് നമ്മൾ ആദ്യം നമ്മൾ കൊടുത്തിരുന്നതൊക്കെ 50 പൈസ. അവര് പുല്ലും സാധനം കൊണ്ടുവന്ന് എല്ലാം കൊണ്ടും ഒരു ദക്ഷിണ, ഒരു സമ്മാനമായിട്ട് ഹരിജൻസാണ് പണിക്ക് കൊണ്ടുവരിക. ഈ പുല്ല് ഓല തന്നെ നട്ട് വളർത്തുന്ന അങ്ങനെ ഉണ്ടോ? അങ്ങനെ അറിയില്ല, അങ്ങനെ എന്താ അറിയില്ല. പിന്നെ നേർച്ച പിന്നെന്തായി? നേർച്ച പോത്തിനറുത്ത് ഭക്ഷണം, പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പിന്നെ ഗേറ്റിൻ്റെ അവിടെ പിന്നെ വളണ്ടിയർമാരും മറ്റോ വിതരണം ചെയ്യാനാണോ ഇവിടുന്ന് കഴിക്കലാണോ? അവിടെ കഴിക്കല്. അത് എന്ത് ചോറാണ്? അത് നെയ്ച്ചോറ് ഇറച്ചിക്കറി. പിന്നെ എന്ന് മുതലാണ് ഇത് നെയ്ച്ചോറ് മാത്രമാവുന്നത്? നിങ്ങളെ കാലത്ത് മൊത്തം നെയ്ച്ചോറും രണ്ടും ഉണ്ടോ? കറിയും ഉണ്ടാവും. പിന്നീട് ഇതിങ്ങനെ ആയിപ്പോയതല്ലേ? അതെ, പിന്നെ മാറി. സൗകര്യത്തിന് മാറിയതാവാം. ഈ നോമ്പിന് കഞ്ഞി കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് നോമ്പിന് എല്ലാ റമദാനിക്കും വ്യാഴാഴ്ച സ്വലാത്തിന് കഞ്ഞി കൊടുക്കും. കഞ്ഞി വെച്ചിട്ട് അവിടെ ചട്ടികൾ 300 ചട്ടികൾ നന്നായിട്ട് ഇങ്ങനെ മുറ്റത്ത് നിരത്തി വെച്ചിട്ട് പിലാവിൻ്റെ ഇലയും കയ്യിൽ ആക്കിയിട്ട് പ്ലാവിൻ്റെ ഇല അതും ഇട്ടിട്ട് പിന്നെ നമസ്കാരം കഴിഞ്ഞ ഗേറ്റ് തുറക്കുമ്പോൾ ഭൂം വെച്ചിട്ട് നന്നായിട്ട് ആൾക്കാരുടെ വരിക. ചില ആൾക്കാർ ഒരു 3 കൈല ഒരു ചട്ടിയിലുണ്ടാവുക. ആ ഒരു കൈല ഒരു കുടിച്ചു കടപ്പുറക്കാർ ജാസ്തി വരെ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ. പരിസരത്തെ പള്ളിയിൽ നിന്നൊക്കെ അങ്ങോട്ട് ആളുകൾ വരും. എല്ലാവരും ഇവിടെ ഒരു തിരക്കനാണ്, കാണേണ്ട തിരക്കാണ്. ഒരു വല്ലാത്ത സംഭവമാണ്. ഈ പള്ളികൾ മാത്രമല്ല, ഈ പള്ളിയല്ല, എല്ലായിടത്തും വരും. റമദാനിൽ ഏത് ദിവസം? റമദാന് വ്യാഴാഴ്ച സ്വലാത്തിന് ശേഷം. സ്വലാത്ത് തുടങ്ങാൻ എൻ്റെ മുമ്പ് നോമ്പ് തുറന്നേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് വരൂലേ, ആ സമയത്ത് അത് കൊടുക്കുക. അന്ന് വ്യാഴാഴ്ച പിന്നെ സ്വലാത്ത് തുടങ്ങാൻ കുറച്ച് വൈകുമ്പോഴേ നോമ്പരി തിരക്കും ഇതൊക്കെ ആയിട്ട്. ഈ തീരദേശക്കാരും നമ്മൾ ഇവരുമായിട്ട് എങ്ങനെയാ ഭയങ്കര ബന്ധമുണ്ടല്ലോ തീരദേശക്കാരും. കാരണം അവർക്ക് പിന്നെ ഇപ്പം ഈ പിന്നെ അത് ഈ കൊടിയെടുക്കണതന്നെ പിന്നെ ഈ തിരമാലകൾ ശല്യങ്ങളും പ്രശ്നങ്ങളും കടൽക്ഷോഭമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചില പാണക്കാർ തങ്ങൾ കൊണ്ടുപോയിട്ട് പൂക്കത്താങ്ങൾ കൊണ്ടുപോയിരുന്നു. പഴയത് ചിലപ്പോൾ അതേപോലെ അന്ന് മമ്പ്രതങ്ങളുടെ കാലത്ത് തങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടാവും. കാരണം തങ്ങൾ വലിയ ആളല്ലേ. പിന്നെ ഇവിടെ ചോറ് നേർച്ചൻ്റെ അന്ന്
ഓല് വന്നാലേ ചോറ് വിതരണം ചെയ്യൂ അങ്ങനെന്തോ ഉണ്ടോ? ഓല അതിൻ്റെ അധികാരക്കാരുണ്ടാവും. പിന്നെ ഇവിടെ മൗലൂദിന് തലക്കന് വെക്കണ കൂട്ടുണ്ട്. മൗലൂദിന് സെബീനെ വെക്കണേ തലക്കന് വെക്കാൻ അധികാരക്കാര്, പുതുപ്പറമ്പിക്കാര്. ഹസൻകുട്ടിയാക്കിയിട്ട് വന്നില്ലേ? ഹസൻകുട്ടി എന്ന് പറഞ്ഞ ആളാണ് ആദ്യം വന്നിരുന്നത്. പിന്നെ അയാൾ മരിച്ചപ്പോൾ അയാൾ മക്കളൊക്കെ വന്നിരുന്നു. അങ്ങനെ അവർക്കാണ് അധികാരം. വാപ്റ്റിയൊക്കെ അവരൊരു ബന്ധമില്ലാണ്. കൂരിയട്ട വാപ്റ്റിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ കൂരിയാട്ട് പാപ്പുട്ടിയൊക്കെ. അയാളെ അയാളൊക്കെ ഷാഹിറിൻ്റെ അടുത്ത കുടുംബമാണ്. ഇവിടുത്തെ ഓരോ ചടങ്ങുകളും ഓരോ തറവാട്ടുകാരാണ് നടത്തിയിരുന്നത്. തറവാട്ടുകാർക്ക് ഓർക്കൊരു അധികാരം ഉണ്ടായി. അതേമാതിരി മഞ്ഞള കുഴിക്കാർ വരും. പിന്നെ ഷാബാൻ മുമ്പിനാ അവിടെ വരിക. പിന്നെ എന്തെങ്കിലും വർക്കത്തിന് ഓരോ ആരാണ് ഷാബാൻ. പിന്നെ മഞ്ഞള കുഴി അതിൻ്റെ മാനമൊക്കെ മറ്റൊക്കെ അത് അവിടെ ഒരു നേർച്ച ഉണ്ടല്ലേ? അവിടെ ഷാബാൻ 10-നാം നേർച്ച. അത് കഥ എന്താ? തങ്ങൾ അമ്മാമൻ ചെയ്ത ഹസൻ ജിഫി തങ്ങൾ നേർച്ചയാണ്. വലിയ നേർച്ചയാണ്. ആടും ഇറച്ചി കോഴിയും ഒക്കെ വെച്ച്. അത് എങ്ങനെ തങ്ങൾ നിർദ്ദേശിച്ചതാണോ? അമ്പർത്ത് തങ്ങൾ നിർദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഓരോ കുടുംബത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ പെണ്ണിൻ്റെ ഭർത്താവ് കൊല്ലപ്പെടുകയാണ്. അറയിക്കൂടെ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ ഇത് വലിയ ഇടങ്ങാറായല്ലോ. അങ്ങനെ പിന്നെ ഒന്നിനെ രണ്ടാമത് പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കല്യാണം പിന്നെയും ശരിയായി. ആ കല്യാണം പിന്നെ ഈ അറയിക്കൂട് എന്താ ആറേക്കോട് റൂമിലേ പുതിയപ്പഴൻ്റെ റൂമും പുതിയൻ്റെ റൂമും ഉണ്ടാവില്ല. ഞാൻ കോഴിക്കോട്ടെ ഭാഷ പറഞ്ഞു. അറയിക്കൂടൽ അങ്ങനെ ഇതായി. അപ്പോൾ പിന്നെ മമ്പർത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. മമ്പർത്തങ്ങളെടുത്ത് വന്നു വരും. ആദ്യ രാത്രികളിൽ തന്നെ ഒരാൾ മരിക്കുന്നു. അപ്പോൾ ഇത് പിന്നെ ഈ കുട്ടീനെ കിട്ടാൻ ആളുണ്ടാവില്ലോ. അപ്പോൾ മമ്പർത്തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മമ്പർത്തങ്ങളെത്തേക്ക് വരികയാണ്. മൂപ്പരും കാര്യത്തിനും ഒക്കെ പറയും. അന്നത്തെ മഞ്ചാൻകുഴിക്കാരുടെ കുടുംബത്തിലെ ഉള്ള ആൾക്കാർ വരികയാണ്. അപ്പോൾ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് തങ്ങൾ പാപ്പ അങ്ങനെ സംഭവം. അപ്പോൾ എന്താ ഇനിയിപ്പോൾ എൻ്റെ കുട്ടീനെ കെട്ടിച്ചാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോ ജീവിതം ഇതായിപ്പെട്ട് പോവുമല്ലേ, അപ്പോൾ എന്താ സാട്ട്. അപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞത് അങ്ങനെ ലജ്ജ് കെട്ടിക്കോട്ടെ. അപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞുകൊണ്ട് കെട്ട കിഴങ്ങ് വെച്ചണ്ടേ. തങ്ങൾ പാപ്പ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഓനെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ അറേ കൂടിയപ്പോൾ കൂടിയാൽ മരിക്കും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞതാ? അറേ കൂടിയ എന്നാൽ മരിക്കാൻ ആള് ഈ സ്ത്രീൻ്റെ ഭർത്താവ് മരിച്ചാണ്. അങ്ങനെ ആ സ്ത്രീ മരിക്കണേ. സ്ത്രീനെ ആരുമായിട്ട് അറേ കൂടിയാൽ അയാൾ പുരുഷൻ മരിക്കും. പുതിയപ്പള മരിച്ചു. അപ്പോൾ ഈ ഇത് എന്തായി, പിന്നെ ഈ ആളോട് കെട്ടാൻ പറഞ്ഞു. അയാൾക്ക് വിവാഹം കഴിച്ചു. അത് അറേ കൂടി. അപ്പോൾ ഒരു ഇഫ്രീത്ത് വർഗത്തിൽപ്പെട്ട ജിന്നോ എന്തോ ഒരു ശൈത്താൻ ജിന്ന് വരികയാണ്. വന്നിട്ട് പിന്നെ ഈ ആളെ പിടിക്കുകയാണ്. അപ്പോൾ അത് വന്നോട് കൂടെ 4 ആൾക്കാർ വേറെ വന്നിട്ട് അപ്പോൾ 4 ആൾക്കാർ വന്ന് ഈ ആളെ പിടിച്ചുകൊണ്ടിട്ട് ജിന്നിനെ പിടിച്ചുകൊണ്ടുപോയി ഇതാക്കി നേരത്തേക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ സംഭവമൊക്കെ മമ്പർത്ത തങ്ങളായിട്ട് അവർ വന്ന് സംഭവം പറഞ്ഞു. അപ്പോൾ മമ്പർത്തങ്ങൾ പറഞ്ഞിട്ട് അത് കാക്കാൻ്റെ ജിന്നുകളാണ് ആ വന്ന ആൾക്കാർ. മറ്റൊരു ആസനിഫ് തങ്ങളെ അമ്മോനല്ലേ, അമ്മോൻ്റെ ജിന്നുകളാണ്. അമ്മോനെ ഹിദ്മത്തിന് ജിന്നുകളാണ്. അപ്പോൾ അമ്മോൻ്റെ പേരിൽ നേർച്ച നടത്തുക. അതാണ് പിന്നെ ഷാബാൻ 10-ന് നടത്തണം. അങ്ങനെ ഷാബാൻ 10-നാണ് ഒരു നടത്തുന്നത്. അപ്പോൾ 9-ന് ഇവിടെ വരും. അപ്പോൾ നമ്മൾ പോർക്ക് വർക്കുന്നതിനായും അതൊരു ചോറ്റിലിടാനൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുക. ഈ അരിയടക്കം വരും. അരിയൊക്കെ നമ്മൾക്ക് വലിയ ബന്ധമാണ്. പിന്നെ ഇവിടെ നമ്മളെ കളിയാട്ടക്കാവ് ക്ഷേത്രമുണ്ട്. അതിൻ്റെ കഥ എന്താ വരുന്നത്? അതങ്ങനെ മമ്പർത്തങ്ങളെത്തിക്കാൻ പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ആ ഉത്സവം. അപ്പോൾ ഇവിടെ കുതിരയും കെട്ടിയിട്ടേ ആളുകൾ വരും. പിന്നെ വലിയ കുതിര തൊഴിലിൻ്റെ ഇതിൻ്റെ വെച്ചിട്ട് കെട്ടിയ രാമൻകുട്ടിയാണ് ചങ്ങായിട്ട് വല്യറമ്പിൽ ഇവിടെ വല്യറമ്പില്ലേ. ഞങ്ങൾ എനിക്ക് എന്തെങ്കിലും പിന്നെ ദക്ഷിണ കൊടുക്കും, പൈസ. നല്ലോണം ചാടിക്കോ
അപ്പോൾ ഇവിടുന്ന് അന്ന് അവിടെ ഈ പകരം വീട്ടുകൾക്ക് അവിടെ കളിയാട്ടുകാവ് വെച്ചിട്ടാണ് താമസിയും കഴിഞ്ഞ് പിന്നെ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ അവിടെ അവനക്ക് കളിയാട്ടക്കാവിൽ വെച്ച് കാണാൻ അങ്ങനെ കണ്ട് പിന്നെ ഞാൻ പോയി ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിക്കാരി പിന്നെ കുഞ്ഞിക്കാരി ഏട്ടനല്ല ആ കുഞ്ഞിക്കാരി പിന്നെ അങ്ങോട്ട് പോവുകയാണ് പിന്നെ കളിയാട്ടുകാവ്ക്ക് അവിടെ വെച്ച് വല്ല ഇതും കളിയാട്ടുകാവ് പോകാൻ എന്തും പറ്റരുത് ആരെയും അത് തലി അങ്ങനെ അറിഞ്ഞിട്ട് പിന്നെ പോരാ അങ്ങനെ കളിയാട്ടുകാവിൽ വലിയ ഉത്സവം മമ്പറത്ത് തങ്ങൾ പറഞ്ഞിട്ടാണ് ഒരു തുടങ്ങുന്നത്. അത് ആ കഥ എങ്ങനെ തുടങ്ങുന്നത്? ഫസ്റ്റ് ഒരു തിരുമാന്താകുന്ന ക്ഷേത്രത്തിന്റെ അവിടുന്ന് ഒരു സ്ത്രീ വരികയാണല്ലോ, അങ്ങനെ പറയുന്നത്. ഒരു സ്ത്രീ വന്നിട്ട് തങ്ങളോട് എന്തോ ചോദിച്ചൊരു കഥ ആണല്ലോ. അപ്പൊ അന്ന് നല്ല ജനങ്ങളുണ്ടായിരുന്നു, വലിയ ആൾക്കൂട്ടുണ്ടോ? ആൾക്കൂട്ട് അല്ല ഇവിടക്ക് ഉത്സവത്തിന് വേണ്ടി ഉത്സവത്തിന് വരുമ്പോൾ ഭയങ്കര ജനം ഉണ്ടാവും. ആൾക്കാർ കേൾക്കാനും കാണാനൊക്കെ ഇവരൊരു പാട്ട് പാടുമോ? പാട്ട് പാടും. അവരെ പാട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ തോറ്റം പാട്ടുകൾ, തോറ്റം പാട്ടുകൾ, കുഞ്ഞാഞ്ചീരു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ ഒരു പാട്ടുണ്ട്. പറയും പണ്ട് പറയേ അങ്ങിയിലില്ലേ ആചാര്യപ്പൻ തൊത്തും കൂടും പൊന്ന് അങ്ങിയിലില്ലേ ആചാര്യപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പാട്ട് ഓരോരോ പാട്ടുകൾ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പാടിക്കൊണ്ട് പലരുണ്ട്. ഒരു സംഘമായിട്ടാണ്, ഒരുപാട് പഴയ ഇത് ഇടവം ആയാൽ പകുതി ആയാൽ എൻ്റെ ശേഷമുള്ള സംഭവം നടക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്നും കണ്ടമാനാണ് സംഘങ്ങളായിട്ട് ഓരോ കുതിരക്കാളും കുതിര കെട്ടിയിട്ട് അമ്പർത്ത മുറ്റത്ത് വലിയ സന്തോഷമാണ് ഇവിടെ ഇത് പറഞ്ഞത്. അപ്പോൾ അവരെ കൊട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അവരൊക്കെ കൊട്ടുണ്ടാവും നല്ല ഉഷാറാ. അപ്പോൾ നമ്മൾ ഓരോക്കെ നല്ല നാൾക്ക് സന്തോഷം ആക്കി. ഇവിടുത്തെ ഉറൂസുകൾ പഴയ കാലത്ത് വിപുലമായി നടത്തിയ ഒരു കഥ നിങ്ങൾ കേട്ടാണ്. ആനവരവൊക്കെ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. നെറ്റിപ്പട്ടം വെച്ച് ആനകളൊക്കെ വരായിരുന്നു എന്നുള്ള അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ വരവുണ്ട്, വരവ് ഓരോ കുടുംബത്ത് പെട്ടി വരവ് ഇവിടെ അത് മുമ്പ് ഉണ്ടായി. നിങ്ങളെ കാലത്തില്ല? നമ്മളെ കാലത്തില്ല, അത് വളരെ മുമ്പാണ്. ഈ പുതുപ്പറമ്പ് കുഞ്ഞാലി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിണോ? പുതുപ്പറമ്പ് കുഞ്ഞാലി പോലെ തങ്ങളുമായിട്ട് തങ്ങളുടെ അങ്ങനെ വരവ് വരുന്ന കുടുംബക്കാര് പുതുപ്പറമ്പ് കുഞ്ഞാലി കേട്ടിട്ടുണ്ട്. കുറ്റൂര് ഭാഗത്ത്. കുറ്റൂര്. പിന്നെ ഈ പഴയ കാലത്ത് ഒരുപാട് സൂഫികളൊക്കെ ഇവിടെ വരില്ലേ? ആരൊക്കെ വരുമ്പോൾ ചാപ്പറങ്ങാടി വാപ്പുള്ളിയിൽ വന്നിരുന്നു, പിന്നെ തൃപ്പനശ്ശേരി മെമ്മോറിയൽ വന്നു, പിന്നെ മടവൂർ CM അബൂബക്കർ മുസ്ലിം വന്നു, പിന്നെ വടകര മുഹമ്മദാജി, ചെറുവണ്ണൂർ മുഹമ്മദാജി അറിയും, അയാൾ നിൽക്കുന്നു, അയാൾ വരലുണ്ട്. അങ്ങനെ പിന്നെ CM ഒക്കെ വന്നാൽ എങ്ങനെ? CM വന്നാൽ CM വന്നാൽ മുപ്പത് ഉള്ളിൽ കയറും. CM വന്നാൽ കുറേ ആളുണ്ടാവും. ഇപ്പം ഒരു തലകൈനുണ്ട് ഇങ്ങനെ കാറ്റടിച്ച് ഇതാക്കാൻ. തലകണി യാത്രക്കാർ ആ തലകണി ആ തൂണിൻ്റെ ആ ഭാഗത്ത് വെച്ചെടുക്കും. ഖബറിൻ്റെ അടുത്ത് അവിടെ തൂണില്ലേ അമ്പർത്തങ്ങൾ. അപ്പോൾ ആ തൂണിൻ്റെ അവിടെ ആ തലകണമ വയ്ക്കും. ഇരുന്നിട്ട് പിന്നെ യാസീനൊക്കെ ഒഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ നോക്കുന്നത് ആരാണ്? തിരുവരങ്ങാടി വെല്ലുവിളിക്കത്തെ ഖത്തീബ് ഉണ്ടല്ലോ, പിന്നെ മോയിൻകുട്ടി വലിയ മോയിൻകുട്ടി അജി എന്ന് പറയും, മോയിൻകുട്ടി മുസ്ലിം എന്ന് പറയും. അയാളാണ് നോക്കുന്നത്. അയാളോട് ദ്വയക്കാൻ അയാളാണ് ദ്വയക്ക്. അയാൾ ഒരു വല്ല നല്ല ഹൗഫുള്ള ദ്വയാണ്. അയാൾ ദ്വയക്കും. അയാളാണ് തിരിഞ്ഞും പറഞ്ഞ് നോക്കണേ. അയാൾ പോകുമ്പോൾ ഞങ്ങൾ തരാൻ പറയും. ചപ്പനങ്ങാടി ഉസ്താദ് വന്നാൽ ചപ്പനങ്ങാടി ഉസ്താദ് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടായിട്ട് വന്നു. കണ്ണിയത്ത് ഉസ്താദ് ഞാൻ ഉണ്ടായിട്ട് ഒരു പ്രാവശ്യം ഉള്ളിൽ കയറി വന്നു. അന്ന് കണ്ണിയത്ത് ഉസ്താദ് വന്നപ്പോൾ കണ്ടമാനം ജനം വന്നു. പാക്കാമിൻ്റെ ഉള്ളും പരിസരമൊക്കെ ഇതായിട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശംസുലുലമ ഏതാണ്ട് കുറേ കഴിയുമ്പോഴൊക്കെ വരലുണ്ട്. മുപ്പത് ഭാര്യയും കുട്ടികളായിട്ടും വരലുണ്ട്, ഒക്കെ വരലുണ്ട് ശംസുലുലമ. അപ്പോൾ ഞാൻ ചായ കൊണ്ടിരിക്കട്ടെ ചായ കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ബഹുമാനത്തിൽ നിന്നിട്ട് മുപ്പത് അപ്പോൾ മുപ്പത് വരുമ്പോൾ ദ്വായ പങ്കെടുക്കും ഞാൻ. പൂക്കോയത്തങ്ങളോ മറ്റോ അങ്ങനെ പൂക്കോയത്തങ്ങൾ വന്നു. പിന്നെ ഓപ്പിയും ചെറുകയ
ഓപ്പുഞ്ചൽ കോയത്തങ്ങൾ, ഈ ഞാൻ പറഞ്ഞ പെട്രോളും മിച്ച് കോയത്തങ്ങൾ, വാഫക്കിത്തങ്ങൾ 73 ഓഫത്താണ്. അതിൻ്റെ മുമ്പ് മൂപ്പരെ വലിയ പെങ്ങൾ മകനാണ് അസൻ ജിഫിരി തങ്ങൾ. മൂപ്പര വാഫക്കിത്തങ്ങളെ സയ്യിദ് അബ്ദുറഹ്മാൻ വാഫക്കിത്തങ്ങളെ മൂത്ത പെങ്ങളെ ആറ്റക്കോയത്തങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ളതാണ് അസൻ ജിഫിരി. അപ്പോൾ അമ്മോനാണ്. അങ്ങനെ ബന്ധമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സലഫികളായുള്ള ആളുകളൊക്കെ അന്ന് വന്ന് ഓർക്കുന്നുണ്ടോ? സലഫി ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ മറ്റേ നെത്തരിച്ച മാസിൽ വന്നല്ലോ, മറ്റേ മഹമ്മൂദ് ഉദവി നമ്മളടുത്ത് വന്ന് 4 മണിക്കൂർ. CN അഹമ്മദ് മൗലവി. CN അഹമ്മദ് മൗലവി. CN അഹമ്മദ് മൗലവി ഈ പിന്നെ ഇതിൻ്റെ പിന്നെ ഇവരിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് യു പിയിൽ നിന്ന് വന്ന ആളുകളെ ഓല അനുഗമിച്ചിട്ട് ഇവിടെ വന്നു. മക്കാമ് കയറി മക്കാമിൽ ഇതായിരുന്നു. അയാളിങ്ങനെ പിടിച്ചിരുന്നു. അങ്ങനെ ഒന്ന്. പിന്നെ എനിക്ക് അത്ഭുതപ്പെട്ട അയാളിങ്ങനെ പിന്നിക്ക് ഇങ്ങനെ മക്കാമെന്ന് പിന്നെ അങ്ങനെയൊക്കെ വരലുണ്ട്. ഈ പട്ടാണികളും അതേമാതിരി സൂഫിയാക്കളൊക്കെ ആ രൂപത്തിലാറുണ്ട്. പിന്നോട്ട് ബഹുമാനം കൊണ്ട് മൂടിത്തിറങ്ങൂല. അത് അങ്ങനെയുണ്ട്. അങ്ങനെയാണ് ഇറങ്ങിയത്. അപ്പം എനിക്ക് സംശയം. ഞാൻ ഈ തൊപ്പി വാങ്ങാൻ വേണ്ടി അയാൾ കോഴിക്കോടുള്ള റെഡിമെയ്ഡ് തുണി ഷാപ്പുണ്ടായിരുന്നു. അവിടെ ഞാൻ ഇവിടെ ഇപ്പോൾ കിരിമൂരിപ്പുറമുണ്ട്. ഞാൻ വിളിച്ചാൽ മറന്ന അയാൾക്കോട് പോയൊരുക്കാരം ചുറ്റൂർക്കാരം. അപ്പോൾ അയാൾ ഞാനിവിടെ അടക്കായി. അപ്പോൾ ഞങ്ങളും ഇങ്ങനത്തെ ആൾക്കാരല്ലേ. അപ്പോൾ സ്ഥലം ചെല്ലാത്തോണ്ട് അയാൾക്ക് സ്ഥലം ചെല്ലാത്ത പറയാൻ വേണ്ടി നിങ്ങളവിടെ ഇല്ലാതെ ഞങ്ങൾ നിങ്ങളെ പരിസരത്തൊക്കെ അല്ല തന്നെയാണ്. ഞാനേ എൻ്റെ പരിസരത്ത് നിങ്ങളോ നിങ്ങളെ പരിസരത്തെ കൂടി തന്നെ ഞങ്ങളൊക്കെ അല്ലേ. എവിടെയെന്ന് വെച്ചു നിങ്ങൾ ചെറുക്കാരനല്ലേ. ഞങ്ങൾ മമ്പുറത്താണ്, കോഴിക്കോട് നിന്ന്. അങ്ങനെ പിന്നെ എന്തായി അന്ന് പോന്നു അവിടുന്ന് പോന്ന. അപ്പോൾ അന്ന് നമ്മളെ വീക്ഷണത്തിൽ അയാൾക്ക് ഇവിടെ വലിയ ഇതില്ലാത്ത സമയമാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ പുറത്തെ ആ തിണ്ടുണ്ടല്ലോ, ആ തിണ്ണ പിന്നെ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയാൾക്ക് വന്നു അസ്സലാമു അലൈക്കും പറഞ്ഞു. ഉസ്താദ് CN അഹമ്മദ് മൗലവി അല്ലേ? അതെ. അപ്പോൾ അയാളൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അയാളെങ്കിൽ ഇത്രയും ഇങ്ങനെ ഖുർആൻ തന്നെ ദുർവ്യാഖ്യാനം ചെയ്ത് സന്ദർശിക്കാൻ വന്നു. അപ്പോൾ പല ആൾക്കാരും പുത്തൻ പ്രസ്ഥാനക്കാർ വരലുണ്ട് അവിടെ. പല ആൾക്കാർ വരലുണ്ട്. പക്ഷെ അവർക്കും ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും. അതേപോലെ വേറെ ആരെങ്കിലും അങ്ങനെ ഓർക്കുന്നു? അന്ന് നഹാ സാഹിബൊക്കെ വന്നില്ല? നഹാ സാഹിബ് വരലുണ്ട്. പിന്നെ അപ്പോൾ ബോക്കർ മറ്റേതൊക്കെ പിന്നെ ഒക്കെ വന്നിട്ടുണ്ട്. പല ആൾക്കാരും വരലുണ്ട്. പിന്നെ ഇതിൻ്റെ മക്കാമിൻ്റെ ഭരണം ആരുടെ കയ്യിലാണെന്ന് നിങ്ങൾ പറഞ്ഞ? ജിഫ്രി ഫാമിലിയുടെ കയ്യിൽ തന്നെ. ജിഫ്രിയോട് നിങ്ങളുടെ കാലത്ത് ആരാണ് അതിലേറ്റവും പ്രമുഖനായി ഉണ്ടായിരുന്നത്? അപ്പം ഞാൻ വരുന്നത് ആ കുടുംബ ചരിത്രം എങ്ങനെ? ഞാൻ പറഞ്ഞാൽ വലിയ ജിഫ്രി ഒരു വലിയ കോടീശ്വരനാണ്. വലിയ ജിഫ്രി പറഞ്ഞാൽ കോഴിക്കോട് താമസിക്കുന്നത്. അബ്ദുറഹ്മാൻ ജിഫറിൻ്റെ വാപ്പ, ഫദൽ ജിഫറിൻ്റെ വാപ്പ. ആൾ വലിയ ബിസിനസ്മാനാണ്. തങ്ങാറില്ലേ, തങ്ങൾക്ക് സ്റ്റീൽ കോംപ്ലക്സിൻ്റെ ഡയറക്ടർ ആയിരുന്നു. പിന്നെ വെസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ബാങ്കോക്കിൽ കമ്പനി ഉണ്ട്. വലിയ അന്നത്തെ കാലത്ത് ഇപ്പം യൂസ്ഫ് അലിയുമായി തന്നെ അന്നത്തെ കാലത്ത് വലിയ കോടീശ്വരനാണ്. കോഴിക്കോടാണ് വല്ല കേന്ദ്രം. കോഴിക്കോട് വടക്കാട് ആ പേര. അന്ന് ഈ വീട്ടിൽ ആരാ താമസിച്ചായിരുന്നു? പുത്തമഴി കാണുന്ന അസൻ ജിഫ്രി ആദ്യഘട്ടത്തിൽ ആലുവയിൽ താമസിക്കും. ആലുവയിൽ താമസിക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ ഡ്രൈവറാണ് തങ്ങളെ ഡ്രൈവർ എന്ന് പറയും. തങ്ങളുടെ കാലം മുതലേ ഈ വീട്ടിൽ ആളുണ്ട്. പിന്നെ ആദ്യഘട്ടത്തിലില്ല. ആദ്യഘട്ടത്തിൽ ഇവിടെ ആള് കാര്യസ്ഥന്മാരെ അണ്ടറിലാണ് മക്കാമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എപ്പോഴും ഒരു വിരൽ മാത്രം. പിന്നെ ഈ കോഴിക്കോട് നമ്മളെ ഷെയ്ഖ് ജിഫ്രി മക്ബറിന്റെ അടുത്തായിട്ട് ഇവരുടെ മമ്പ്രന്തങ്ങളുടെ മകളുടെ ഖബറുണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? മകള് ഷെരീഫ കുഞ്ഞബീവി. ഷെരീഫ കുഞ്ഞബീവിയുടെ ഖബറ് അവിടെ ഉണ്ടല്ലോ, കുറ്റിച്ചിറ. പോലുണ്ടായി.
അവിടെ ആരൊക്കെ ഉള്ളത്? അവിടെ ആറ്റക്കോയത്തങ്ങളെ ഖബർ അവിടെയാണ്. ആ പിന്നെ മുത്തുക്കോയത്തങ്ങളെ ഖബർ അവിടെയാണ്. ആ ആ ഓരോ കാണുമ്പോൾ അതിലുള്ളത് ഒക്കെ അവിടെയാണ്. അവിടെ പിന്നെ മമ്പ്രതങ്ങളുടെ മകള് ഷെരീഫ കുഞ്ഞു ബീവിയും അവരുടെ ഭർത്താവ് ഒരലവി പുതിയാപ്ല കോയത്തങ്ങൾ. ഈ 2 ഖബറ വലുത്. വലുത് ചെറിയ കുറെ ഖബറുകളുണ്ട്. അതില് ആരൊക്കെ പറഞ്ഞു? ഞാൻ പോയി ചർച്ച ചെയ്യുമ്പോഴുണ്ട്. അത് ഇതിന്റെ ഭാഗം തന്നെയാണ്. അതിന്റെ ഭാഗം തന്നെ. ചെറിയ മമ്പുറം. ചെറിയ മമ്പുറം എന്ന് അതിന്റെ പേര് പറയണ്ട. ചെറിയ മമ്പുറം അറിയണ്ടോ? ആ അങ്ങനെ ഇതിന്റെ ഭാഗം തന്നെ ആയിട്ടല്ലേ. കുറെ അലങ്കാര വസ്തുക്കൾ തൂക്കിയിട്ടല്ലേ ഇതിന്റെ ഉള്ളില്? അത് കണ്ടമാനം ലാമ്പുകൾ വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ആരോ ഹദിയ കൊടുക്കുന്നതാണോ? ഹദിയ കൊടുക്കുന്നത്. അതിങ്ങനെ പല വിളക്കുകളും കണ്ടമാനം വരും. വിളക്കുകൾ ഹിന്ദു ഫാമിലികളൊക്കെ വരുമ്പോൾ വിളക്കുകൾ കൊണ്ടുവരും. അപ്പോൾ ചിലവർ നമ്മളാൾക്കാർ വന്നാൽ നമ്മൾ വിളക്കർത്തിക്കാൻ അയക്കില്ല. ഒരു ദിവസം ഒരു തങ്ങൾ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ദ്വയർന്ന് കൊടുക്കുമ്പോൾ ദ്വയർന്ന് കൊടുക്കുക. ആ സമയത്ത് ഒരു കുപ്പി നെയ്യ് കൊണ്ടിട്ട് ആ വലിയ വിളക്കിൽ പാർന്നിട്ട് ഞാൻ ദ്വയ കഴിഞ്ഞിട്ട് ആരെ നെയ്യ് പറഞ്ഞു. ഞങ്ങളെ പാപ്പാൻ്റെ കാറാണ്, ഞാൻ ഇവിടെ വിളക്കെത്തിക്കണ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങളെ പാപ്പയാലുമുണ്ട്, ആരെ പാപ്പയാലുമില്ല, ഇവിടെ വിളക്കെത്തിക്കണം, ഞാൻ ദിവസം നടക്കില്ല. അങ്ങനെ പിന്നെ ഞാൻ മൂപ്പനെ വിളിച്ചു. മൂപ്പനോട് പറഞ്ഞു പിന്നെ മുത്ത് ഒഴിവാക്കിയാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഒച്ച വിളിച്ചു, നിങ്ങൾ ഒച്ച ഉണ്ടാക്കണ്ട, മൂപ്പര് പറയുമ്പോൾ ഇവിടെ നടക്കും. വേറെ ആരും നിങ്ങൾ ആരായിട്ടും കാര്യമില്ല, മൂപ്പരെന്ത് പറഞ്ഞാൽ അതിപ്പോൾ ഇവിടെ നടക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ വിശ്വാസത്തിന് നമ്മൾ മറക്കാൻ പാടില്ല. ഏറ്റവും ഇപ്പോൾ നമുക്ക് സന്തോഷമുള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ ദാറൂദ് ഏറ്റെടുത്താൽ വളരെ സന്തോഷമാണ്. കാരണം ചില ഡോക്ടർ വഹാബുദ്ദീൻ നദവി ഉസ്താദിനെ പോലത്തെ ഒരു നേതൃത്വം ഇവിടെ ഒരു സംഘം എന്ന് പറയുമ്പോൾ പിന്നെ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വ്യവസ്ഥാപിതമായി നടക്കും. അത് വലിയൊരു സന്തോഷം തന്നെ. കാരണം വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കണമെന്നും അത് തന്നെ. കാരണം വെച്ചാൽ ഞാനെപ്പോഴും എന്നാലും ഈ പള്ളി ഉദ്ഘാടനത്തിന് ഞാൻ മൂപ്പരോട് കണ്ടു. ഞാനെപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പടം വെച്ചിട്ടുണ്ട് അവിടെ മതസമൂഹമാർക്കെതിരെ. കാരണം വഹാബുദ്ദീൻ ഉസ്താദിന് ഏറ്റവും വലിയ കിട്ടിയത് എന്താ വെച്ചാൽ മൂപ്പര പാപ്പയാണ് തിരൂർ പാപ്പ, ഉമ്മാൻ്റെ പാപ്പേനെ. മൂപ്പര് ഒരു വലിയ സൂഫിയായിരുന്നല്ലോ. പിന്നെ കിതാബും കെട്ടിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇവിടെ തന്നെ ഒരു പ്രാവശ്യം തേനൂർ പാപ്പ വന്നപ്പോൾ ഞാൻ വന്ന് കണ്ടില്ല. പക്ഷെ ഞാൻ വരില്ല കുറച്ച് വർഷം ഞാൻ കാണാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ വലിയ സംഭവമാണ്. കാരണം വഹാബുദ്ദീൻ ഉസ്താദിൻ്റെ വാപ്പൻ്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു. നമുക്ക് അവസാനിപ്പോൾ ഏകദേശം സംസാരിച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ മമ്പറും സ്വലാത്ത് ഉണ്ടല്ലോ, ഈ സ്വലാത്തിൻ്റെ കഥ അത് എന്ന് മുതലാണ് തുടങ്ങുന്നത്? അത് മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് അലി തങ്ങൾ വെച്ച് തന്നെയാണ്. അങ്ങനെയാണ് തങ്ങളുടെ കാലത്ത് തങ്ങളുടെ കാലത്താണ് തുടങ്ങി വെച്ചത്. അപ്പോൾ തങ്ങൾക്ക് വഫാത്തായിട്ട് 180 വർഷമായി. അപ്പോൾ നമുക്ക് വഫാത്തതിൻ്റെ മുമ്പ് അത് മുടങ്ങി 1900 ഹിജറ 1166 ജനനം. ഹിജറ 1260 വഫാത്ത്. വഫാത്ത് ഞായറാഴ്ചയും പിന്നെ ജനനം ശനിയാഴ്ചയും. അങ്ങനെയൊക്കെയാണ്. ഈ സ്വലാത്ത് മുടങ്ങിയനോ തുടർച്ചയായിട്ട് നടന്നു തുടങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ കൊറോണ കാലത്ത് കുറച്ച് എന്താ വെച്ചാൽ ഇത് സ്വലാത്തിന് പഴയ കാലത്ത് വെള്ളപ്പൊക്കലിന്റെ സമയത്തും ആൾക്കാർ കുറച്ച് നേരം ആൾക്കാരെത്തും സ്വലാത്ത് നടത്തി. അതുവെച്ചാൽ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു പൂങ്കല്ലൂക്കാരും പൂന്തിരിച്ചേരും പെൺവിളക്കാർ അതിൽപ്പെട്ട ഒരു സീതാജിണ്ട്. അയാൾ എല്ലാ വേഷവും സ്വലാത്തിന് വരും. അത് അയാളിപ്പോൾ ഈ പിന്നെ പട്ടണം പിച്ചുക്കോത്തങ്ങളെ മുജീദുമാണ്. അയാളെടുത്ത് ചെല്ലുക പിന്നെ ദുനിയാവിൻ്റെ ആൾക്കാർ ചെല്ലില്ല. ഇയാൾ ദുനിയാവിൻ്റെ ആളല്ല ഈ സീതാജി പൂങ്കല്ലൂർക്കാരൻ. അങ്ങനെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ സ്വലാത്ത് മുടങ്ങൂല. ഇപ്പം നാളെ തോണി മറിഞ്ഞപ്പോൾ 5 ആൾ മരിച്ചല്ലോ അവിടെ. എന്താണ് ആ തോണി മറിഞ്ഞ സംഭവം? പിന്നെ ഏത് വർഷം? അതിപ്പോ 90-കളിലാണ്. 1990-കളിലാണ്. 80-കളിലാണ്. 90-ന്റെ മുമ്പാണ്. അപ്പോൾ അത് വെള്ളിയാഴ്ച സ്വലാത്ത് പങ്കെടുക്കാൻ വേണ്ടി അതിൽ ആന്ധ്രക്കാരനെ കൊട്ട് ആന്ധ്രക്കാരനുണ്ട്. ഒരു ആന്ധ്രക്കാരനാണ് സ്വലാത്ത്. അന്ന് തോണിയിലായിരുന്നു ഇവിടെ കടന്നിരുന്നത്. പാലല്ല. എന്നാൽ മറ്റേ പാലത്തിന് തറക്കല്ലിട്ടു.
അപ്പൊ എങ്ങനെയാണ് ഇത് അപകടം വരുന്നത്? അപകടത്തിൽ വ്യാഴാഴ്ച കുറച്ച് ആൾ തോന്നിയിട്ടുണ്ടാവും വൈകുന്നേരം. അപ്പോൾ പറയണത് ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾ ഈ അവിടെ നിന്ന് കേക്കത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ തോണി കയറുന്ന പേടിയാണ്. അപ്പോൾ ഈ വെള്ളം അന്ന് പൊതുവായ വെള്ളം കുറച്ച് തോന്നുന്നു. അപ്പോൾ തോണി ആരെ കുട്ടികളെ ആട്ടിൻ്റെ അഭിപ്രായമാണ്. ആട്ടി അതങ്ങനെ പറഞ്ഞു. എത്ര പേരുണ്ടായി? അത് കുറെ 10-70 ആളുണ്ടായി. 20 ആൾ. പക്ഷെ 5 ആൾ മരിച്ചു. ഒന്ന് വെച്ചാൽ മറ്റേ 2 കുട്ടികളുണ്ട്. ഒന്ന് പിന്നെ ഞങ്ങളെ അസ്കറോലിയടുത്ത് പോയി ആലുവായിക്കാരൻ്റെ കുട്ടിയാണ്. 2 കുട്ടികൾ സ്വലാസനാണ്. പിന്നെ ചെറുകര മുദ്ദരീസായിട്ട് ഇപ്പോൾ അടുത്ത് വഫാത്തായില്ലേ, 58 കൊല്ലം മൂപ്പര് അവിടെ മുദ്ദരീസാണ് ചെറുകര. അയാൾ ഇപ്പോൾ അടുത്ത് സംസ്ഥാനത്തെ ആളാണ്. സംസ്ഥാനത്തെ ആളാണ്. അവരുടെ മക്കളാണ്, കുട്ടികളാണ് ഇതിൽ മരിച്ചത്. കുട്ടികളും വലിയവരുണ്ട്. 5 പേര് മരിച്ചു. 5 ആണ്. അന്ന് ഇവിടെ സ്വലാത്ത് നടന്നോ? സ്വലാത്ത് നടക്കാറുണ്ട്. സ്വലാത്ത് അതിൻ്റെ ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോവും. പിന്നെ ഇവിടെ ഈ ജാറം മൂടുമ്പോൾ ഹസൻ ജിഫ്രിയുടേതാണല്ലോ ജാറം മൂടല്. ഹസൻ ജിഫ്രിൻ്റെ ആ ഭാഗത്താണ് യാസ് വരുന്നത്. അപ്പോൾ അവിടെ പതിനെന്തോ കഥ ഉണ്ടോ? അതിന് വെച്ചാൽ അങ്ങനെ കളണ്ടായിട്ടല്ല, സൗകര്യത്തിന്. തങ്ങളുടേത് മൂടല്ലല്ലോ. തങ്ങളുടേത് മൂടില്ല, തങ്ങൾ തന്നെയാണ്. അതെ അതെ അതെ. അല്ല വലിയ തങ്ങളുടേത്. ശരി ആൾക്കാർ ഇങ്ങനെ ചോദിക്കും അമ്പുറത്തങ്ങൾ ഏതാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകും. നിങ്ങളെ കാലത്ത് ഈ പേരുകളൊക്കെ വെച്ചിടണോ? പേര് വെച്ചിട്ടില്ലേ? പേര് വെച്ചിട്ടില്ല. പേര് ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ കാലത്തും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ ഇത് വെച്ചത് വലിയ ഉപകാരമായി. അങ്ങനെ ഒരാൾ പിന്നെ വാപ്പുട്ടിയേജ് തന്നെ ഇപ്പോൾ എന്നോട്, ഞാൻ വാപ്പുട്ടിയേജിൻ്റെ അടുത്ത് സംസാരിക്കാം, ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംസാരിച്ചാൽ ചെന്നപ്പോൾ എന്നോട് വാപ്പുട്ടിയേജ് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്കാണ് നിങ്ങളൊന്ന് ഇവിടെ കിട്ടേണ്ടതിന് ഒരു ദിവസം. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പോൾ പോട്ടെ, പിന്നെ എപ്പോഴും വരാം. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ ഇത് മക്കാമ ദീർഘ പിന്നെ ദാറുദൊക്കെ കൊടുക്കണം എന്ന് പറയാൻ പറഞ്ഞിട്ട് പറയും. നേരത്തെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അതിങ്ങനെ കൊടുക്കണം. ഉണ്ട് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ ഈ കിട്ടിയ തന്നെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് അതൊന്നും അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കണം. നമ്മളത് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. വാപ്പുട്ടിയേജിന് പിന്നെ മാസമുള്ള ഒരു വിത്തങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ശംസുലുലമ EK അബൂബക്കർ മുസ്ലിയാർ ഈ ദാറുദിൻ്റെ കാര്യത്തെപ്പറ്റി ഇതായപ്പോൾ വാപ്പുട്ടിയേജ് പറഞ്ഞ വാക്കാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ബേജാറാണ് അജയരെ, നിങ്ങൾക്ക് ബേജാറേണ്ട ആവശ്യമില്ല, നിങ്ങളെ ഖുത്തുബുസ്സമാൻ്റെ നാട്ടിലെ രംഗ സ്ഥാപനം അത് ഖുത്തുബുസ്സമാൻ നോക്കിക്കൊള്ളും. അത് ആ വാക്ക് കബൂലിയത്തിൽ ആയി. കാരണം വാപ്പുട്ടിയേജ് എന്നോട് പറഞ്ഞതാണ്, അത് ഖുത്തുബുസ്സമാൻ്റെ നാട്ടിലല്ലേ, അതുകൊണ്ട് ഖുത്തുബുസ്സമാൻ നോക്കും എന്ന് പറഞ്ഞു. വാപ്പുട്ടിയേജ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ കൊടുത്തു, കിട്ടി. ഈ ദാറുദൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടോ? ദാറുദൊക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ 99 കിട്ടുന്നത്, 1999. അതെ, കൊടുക്കുന്ന സമയത്തുണ്ട്. ഞാൻ ഇവിടെ ഇല്ല. ഞാനും എനിക്കറിയാം ഇന്ന ദിവസമാണ് കൊടുക്കുന്ന പരിപാടി എന്നൊക്കെ. അപ്പോൾ അതിൽ വരണമെന്നൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ വരാൻ കഴിഞ്ഞില്ല, നമ്മൾ പോയത് വരെ. പിന്നെ വരണമെന്ന് ഉദ്ദേശമുണ്ട്. നമ്മളും എല്ലാവരും ബന്ധമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അടുത്ത് അസനീഫിൻ്റെ മൂത്ത മകൾക്ക് ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം, ഞാൻ വീട്ടിൽ വരാം, ഞാൻ സുലുവിനെ കൂട്ടിയിട്ട് വരാൻ. ഈ മക്കാമിന് കീഴിലായിട്ട് പുറത്തേതെങ്കിലും പള്ളികളോ സ്ഥലങ്ങളോ അതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വടക്കാങ്ങര ഒന്നുണ്ട്, കോഴിക്കോടുണ്ട്, 6 പള്ളികൾ മക്കാമിൻ്റെ കീഴിലായിട്ടുണ്ട്. അത് ദാറുദ ഏറ്റെടുത്തല്ലോ, ദാറുദനെ ഒരു സംഭവം കൊടുക്കുന്നത്. അങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഏകദേശം നമ്മൾ മമ്പുറത്തിൻ്റെ ഒരു പഴയ നിങ്ങളുടെ ഒരു 25 വർഷത്തെ അനുഭവം അല്ലേ? അതെ, നമ്മളെ നീണ്ട കാലത്തെ 1969 മുതൽ 90കളുടെ 94-95 വർഷം വരെയുള്ള മമ്പുറത്തിൻ്റെ ചരിത്രം, ഇവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവിടുത്തെ വ്യത്യസ്ത ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, അതാണ് ദീർഘകാലം മക്കാമിൽ മാനേജറായിട്ട് സേവനം ചെയ്തിരുന്ന TT ഷറഫുദ്ദീൻ മൗലവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. മക്കാം പിന്നീട് ദാറുൽ ഹുദയിലേക്ക് കൈമാറപ്പെടുന്നു. ഇവിടെ പല രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പം അതിൻ്റെ മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരുപാട് ചടങ്ങുകൾ, സ്വഭാവങ്ങൾ
എന്നിവ നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ് കൂടിയാണ് ടി ഷറഫുദ്ദീൻ മൗലവി. ദീർഘകാലം ഇവിടെ സേവനം ചെയ്തു. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പെരിന്തൽമണ്ണ ഭാഗത്ത് മാനത്തുമംഗലം അദ്ദേഹം ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് ഇതുവരെ നമ്മൾ കേട്ടത്.